ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്ന് സ്കൂളിൽ പോകുമ്പോൾ തെറിച്ചാണ് പോകുന്നത്. പിന്നെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ദേഹത്ത് ചെടിയൊക്കെ തെറിക്കും. പിന്നെ നടുവേദനയാണ് ഭയങ്കര. ഈ റോഡിലൂടെ ദിവസവും സ്കൂളിൽ പോകുന്ന 6ാം ക്ലാസ്സുകാരൻ നീരജിന് കാഞ്ഞിരപ്പള്ളി MLA N ജയരാജനോട് പറയാനുള്ളത് ഇത്രമാത്രം. എനിക്ക് MLA അടുത്ത് പറയാനുള്ളത്, ഇവിടുത്തെ ഈ റോഡൊന്ന് പെട്ടെന്ന് ശരിയാക്കി, എനിക്ക് നടുവേദന എടുത്ത് വയ്യ. പിന്നെ ഈ റോഡൊന്ന് ശരിയാക്കി തന്നാൽ നല്ലതായിരുന്നു. കാഞ്ഞിരപ്പള്ളി കുരിശുകവല മുതൽ പഴയിടം വരെയുള്ള റോഡാണ് തകർന്നിരിക്കുന്നത്. മഴ കനക്കുന്നതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകട സാധ്യത കൂടും. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ലേഡി അവിടെ പകൽ സമയത്ത് 2 വീലർ വലിയ കുഴിക്കകത്ത് അതിനകത്ത് വീണിട്ട് കൈയൊടിഞ്ഞു. അവർ ആശുപത്രിയിലായിരുന്നു. വേറൊരു ആൾ കാറയിൽ രാത്രിയിൽ വരുമ്പോൾ ഈ കുഴിയൊന്നും അറിയത്തില്ല, ഇതിൻ്റെ ആഴം അറിയത്തില്ല, നല്ല ആഴമുള്ള കുഴികളാണ്. കാറേ വന്ന് അത് ഇടിച്ചിട്ട് വണ്ടി കേടായി. വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി വന്ന് ടോയ് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകുന്ന ആൾക്കാർ ഒത്തിരി പേര് നടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രായമുള്ളവർക്കൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്കൂൾ കുട്ടികളാണ്. അവർക്ക് നടന്നു പോകാനും ബസ്സിൽ പോകുന്നവരല്ലാത്ത പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ലൈൻ ബസ്സൊക്കെ സമയത്ത് വരുന്നില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ ചെല്ലാൻ ഭയങ്കര താമസമാണ്. ചേനപ്പാടി, വിഴിക്കത്തോട്, മണിമല, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നു പോകുന്നത്. താൽക്കാലികമായി റോഡിന്റെ കുഴികൾ അടയ്ക്കാനെങ്കിലും അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൈരളി റെസിഡൻസ് അസോസിയേഷൻ ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് മെറ്റീരിയൽ കൊണ്ടുവരാൻ പറയുമ്പോൾ വണ്ടിക്കാരും വിളിച്ചാൽ വരില്ല. കാര്യം ആ വഴിയൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഒരു വേറെ വഴി കൂടെ അപ്പുറത്തേന് ഭയങ്കരമായിട്ട് ചാർജ് ഇരട്ടിയാവുന്നു. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പിന്നെ ഇത് നോക്കാനായിട്ട് ഞാൻ രാവിലെ വൈകിട്ട് വരുമ്പോൾ മിക്കവാറും ആ കുഴിക്കകത്തൊക്കെ വീഴുന്ന സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ചു വരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് അതിൽ നിന്ന്. അതേസമയം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റോഡിന്റെ ടെൻഡറിലേക്ക് കടക്കണമെങ്കിൽ ഒക്ടോബർ വരെയെങ്കിലും കാത്തിരിക്കണമെന്നാണ് സ്ഥലം MLA N ജയരാജന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.